marriage is not for treating mental disorder. ഈ മങ്ങില ചൊല്ലത് മാനസികമായിട്ടുള്ള സമസ്യ അല്ലെങ്കിൽ ഡിസോർഡർ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഇൽനെസ് ട്രീറ്റ് ആക്കുകയില്ലേ ഒരു വേ അല്ല മങ്ങില. ചില ഉഷാറില്ലാത്ത ആൾമാര്, അതായത് മാനസികമായിട്ടുള്ള ഉഷാറില്ലായ്മ, അതിലെ പണ്ടത്തെ ആൾമാരെല്ലാം ചെന്നു നരേന്ദ്ര അവന്റെ മങ്ങിലാക്കിയാൻ ശരിയാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബിയാറ് മങ്ങിലാക്കിയാൻ ശരിയാവുന്നു. അവನು ಎಲ್ಲಾತಿಗೂ ಅವನು പെണ്ണിനെ ഇതാക്കി കെട്ടുപാടി കൊടുത്തെങ്കിൽ എല്ലാം അവನು പട പഠിക്കാൻ ചെന്നിട്ടു ആ ഒരു ടൈപ്പിൽ കൊണ്ടുപോകേണ്ടത്. പ്ലീസ്, അത് മങ്ങില പരിഹാര അല്ലതുക്ക്. അത് ഈ ഇങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുന്നുള്ളൂ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള സമസ്യ ഇന്നങ്ങനെ മങ്ങിലാക്കിയിട്ട് കൊടുത്തിട്ടു ആ ഒരു ടൈപ്പിൽ അങ്ങനെ ഹിസ്റ്ററി എടുത്ത് നോക്കിയെങ്കിൽ എന്താവും? അതുകൊണ്ട് ഈ ഒരു മാനസികമായിട്ടുള്ള സമസ്യത്തെ കാരണം കൊണ്ടിട്ടു ഒരു നല്ല ഒരു പെണ്ണിന്റെ ലൈഫ് പോലും ബർബാദായിട്ട് പോകുന്ന അവസ്ഥ, പെണ്ണിന്റെ ലൈഫ് പോലും ബർബാദായിട്ട് പോകുന്ന അവസ്ഥ. അപ്പൊ ഈ മങ്ങില ചൊല്ലത് എന്തെന്ന് കാക്കുന്നതല്ല, മാനസികമായിട്ടുള്ള സമസ്യത്തെ ഉള്ള ഒരു സൊല്യൂഷൻ അല്ല മങ്ങില. ഇതിപ്പോ രണ്ട് മുട്ടമേ ചൊമ്മ ഈ കേസസ് എല്ലാം പറഞ്ഞു. അതില് ഉള്ള ഏറ്റവും വലിയ ഒരു കേസായിട്ട് നാക്കാണത് ഇരിക്കുന്നത് യാറത്തെ കണ്ടിട്ട് പണ്ടുള്ള ഒരു സമസ്യ ഇരിക്കുന്നത് ഈ വസ്വാസ് എന്ന് ചൊല്ല് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഞങ്ങളെ ഒരൊറ്റ രീതിയിൽ ചെന്നെങ്കിൽ വസ്വാസ്, എല്ലാ വിഷയത്തിലും വസ്വാസ്. കൽകിയെങ്കിൽ കൽകിത്തില്ല, ടോയ്ലറ്റ് പോയെങ്കിൽ ടോയ്ലറ്റില് വെച്ചിട്ട്, അതായത് വെറുതെക്കലല്ലത് തണ്ണി തീർത്തിട്ട് ടാങ്കിൽ തന്നെ സത്തം ഈന്നിട്ട് പോകേണ്ട ഒരവസ്ഥ. ഇതിപ്പോ ഇന്നാലെ ഞങ്ങൾക്ക് വന്ന ഒരു കേസ് ഒരു ടോയ്ലറ്റ് അവಳು പോയെങ്കിൽ ಅವಳು ಸಾಧಾರಣ 1.5 ಗಂಟೆ 2 ಗಂಟೆ ಕ್ರಾಸ್ ಆಗ 2 ಗಂಟೆ ಕ್ರಾಸ್ ಆಗ ಮಾತ್ರ ಅಲ್ಲ, ಅವಳ ದಿಕ್ಕಿನ ಮುಂದೆ ಫುಲ್ ಆയിട്ട് ತಣ್ಣಿ ಬಿದ್ದು. ಅದು ಏದು ಅದು ഷാംപൂല് ഫസ്റ്റ് കലക്കും, സർപ്പുല തണ്ണില് വേറെ കലക്കും, ലിക്വിഡില് ഓളുടെ കൈ കാല് എല്ലാം ഇതിന്റെ കാല് അത് ഇതെല്ലാം പാതിക്കിട്ടിട്ട് അത് കലക്കിട്ട് ഇട്ടിക്കറവര് അവളുടെ ഭർത്തക്ക് വേണ്ടി. ഇതെല്ലാം ചൊല്ലുമ്പോ തൊട്ടിക്ക് ചിരി വരും. ഇത് നന്നൊട്ടിക്ക് നിരന്തരമായിട്ട് വന്നിട്ടുള്ള എത്ര കേസസ് ഉണ്ട് കണ്ടതല്ല. ഇതെല്ലാം ഒരു മാനസികമായിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് ക്രിയത് ഈ OCD ചൊല്ലത്, വസ്വാസ് എന്ന് ചൊല്ലത്. അപ്പൊ ഇങ്ങനത്തെ ചെന്നെങ്കിൽ ഇതേ ഒരു രീതിയിൽ ഇക്കരെ അതേ ഒരു പെണ്ണര് ഒരു മഞ്ഞിലാക്കി കൊടുത്ത ശരിയാവണം ചൊന്നിട്ടു ആ ഒരു ടൈപ്പുള്ള മഞ്ഞിലാക്കിയിട്ട് മാത്രം കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ചെറുക്കര ലൈഫും പോവായി. ഇത് ചൊന്നെങ്കിൽ എന്തൊരു ഇങ്ങനെ ഈ ഒരു ഓരോ കപ്പൂസ് പോയെങ്കാവട്ടെ ബാത്റൂം കുളിക്കവ് പോയെങ്കാവട്ടെ അവിടെ വയറ്റിൽ എഴുതി, അതായത് അവിടെ ലീവാക്കി പോകും. ഇവിടെ കക്കൂസിൽ പോയി ഇതിൽ പോയി. കാരണം പിന്നെ ഓലി ഇങ്ങനെയുള്ള ഒരു സമസ്യത്തെ വെച്ചിട്ട് ഒരു പേരകള് പുറത്തു പോകുമ്പോ ആ ഒരു ലെവലിലെ എക്സ്പീരിയൻസിന് അല്ലാത്ത മാമിയാവട്ടെ മച്ചനാവട്ടെ അല്ലെങ്കിൽ ഓണ്ടെ മൂത്തോട്ടമായാവട്ടെ പെഞ്ഞായിമാരാവട്ടെ ആടുമാവട്ടെ ഇങ്ങനെ എന്തെങ്കിലും എന്തിരടി, എത്ര ടൈം എടുക്കണ്ടി, എത്ര ശുദ്ധനുണ്ട്, ഈ ശുദ്ധ എന്തിരടിയുണ്ട്, ഈ ഒരു ടൈപ്പിലുള്ള ഡയലോഗ്സ് ഓൾക്ക് കേൾക്കുമ്പോ ഓൾക്ക് സൈക്കോളാവാ, ഓളുടെ കൺട്രോൾ ഓൾക്ക് കിട്ടുവാ. ഓൾക്ക് കിട്ടാണ്ട് ഇത് പിന്നെ യുദ്ധമെല്ലാം മുണ്ടിട്ട് ജഗവുകായിട്ട് വന്നിട്ടും കാര്യമുണ്ടാ. അപ്പൊ മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഈ ഒരു വിഷയത്തില് എല്ലാ പാരന്റ്സിനൊട്ടെയും ഞാൻ റിക്വസ്റ്റ് ആക്കുന്നത് ഏത് ഇങ്ങനെയുള്ള എന്തെങ്കിലും സമസ്യ അത് വെറും ക്ലീനിങ്ങിനോട് മാത്രമല്ല, പിന്നെ ടോയ്ലറ്റിനോട് അവിടെ മാത്രമല്ല, കൽകിനോടെ മാത്രമല്ല, എല്ലാ മൂത്തും എനിക്കറിയാം നിസ്കാരത്തോടെ നിസ്കരിച്ചിട്ട് കൈ കെട്ടിട്ട് ഇങ്ങ് തീരുകയില്ല. ഞാനിസ്കരിക്കുന്നു ഞാനല്ലാണ്ട് നിന്റെ ബോധമായി ഇത് ഈ സാധാരണ നിങ്ങളുടെ ബോധമാണ് ഞാനല്ലേ. അത് അങ്ങനെ ചൊന്നിട്ട് കാര്യമില്ലത്.
കാരണം അങ്ങനെ ഉലികത്തില് സറൗണ്ടിങ് ആ ഒരു ലെവലിലുള്ള ഏത് ഹാർമോൺസിന്റെ പമ്പിങ് ഹൈ ലെവലിലായത് കൊണ്ടിട്ടു അനക്കത് റിപ്പീറ്റ് ആയിട്ട് ഈ ചിന്ത നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനെ കൺട്രോൾ അതായത് OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ചെന്നെങ്കിൽ ഒബ്സസീവ് ചെന്നെങ്കിൽ അൺവാണ്ടഡ് ആൻഡ് അൺകൺട്രോളബിൾ തോട്ട്സ് നിങ്ങൾ പേര് ചെന്നൊരു കർമ്മട്ടല്ല അങ്ങ് ആ പറഞ്ഞ തോട്ടൊക്കെ കൺട്രോൾ ആക്കുന്നതുമാവില്ല. ഇനി ഏത് അസറായി വന്നിട്ടുണ്ടെങ്കിൽ ഏത് ജിബിരിയിൽ വന്നിട്ടുണ്ടെങ്കിലും അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പിന്നല്ലേ ഞങ്ങൾ ചൊന്നുക അതൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ ഇൻസൈഡ് അറിയില്ല ഇല്ലാത്ത കൊണ്ട് തന്നെ എന്താക്കറേ പറയുന്നത് അങ്ങനെ എന്തെല്ലാം ഇത് ടീക്കാക്കത് ബന്ധങ്ങളുടെ മോയങ്ങളുടെ ഇത് ചൊന്നുണ്ടെങ്കിൽ പിന്നെ ചൊണ്ടേ വേണ്ട. അൺവാണ്ടഡ് ആൻഡ് അൺകൺട്രോളബിൾ തോട്ട് അങ്ങ് കൺട്രോൾ അതാക്കുന്നതാവില്ല. ആ കൺട്രോൾ ആവില്ല ആവാത്ത കാരണം കൊണ്ട് ഇരിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് അതായത് ഓപ്ഷൻസ് ചെന്നെങ്കിൽ കമ്പൽഷൻ ചെന്നെങ്കിൽ ആ പറഞ്ഞ് തോട്ട് കൊത്തിട്ടുള്ള ആക്ഷൻ കയറ്റിക്കുന്നതിരിച്ചുള്ള കമ്പൽഷൻ അത് ഒരു മാനസിക അതായത് ഒരു ഡിസോർഡർ. അത് ഓർഡർ അല്ല, അത്യല്ല ഡിസോർഡർ. അത് ഒരു നല്ല ഒരു സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു ടൈപ്പിൽ പോയെങ്കിൽ ഇതെന്താ ഒരു ഓർഡർ ആവും അത്തരമേ ഉള്ളു. ഇനിയിപ്പോ ഇതിന് ശരിയാക്കാണ്ട് മഞ്ഞിലായി ശരിയാവുന്നാലും അല്ലെങ്കിൽ പോണ്ടത് മഞ്ഞിലായി ശരിയാവാണ്ട് ചോദിട്ടു ആ ടൈപ്പിൽ ഇട്ടിട്ട് അപ്പുറത്തിപ്പുറത്ത് ഒരു പെണ്ണരമ ബ്രാഡിരമ ലൈഫിനെ തന്നെ ബർബാദാക്കിയിട്ട് കാര്യമില്ല. അതിപ്പോ ഒരു മെന്റലി ഡിസോർഡർ ഒരു എക്സാമ്പിൾ അതായത് കണ്ടുപിടിക്ക് യാറത്തെ വന്നുകൊണ്ടുള്ള കേസസ് ഇതായത് കൊണ്ടിട്ടെന്നാണ് ഇതിന്റെ ഡിസ്കഷൻ. ഇതിപ്പോ ഫാമിലി ഇഷ്യൂസിലായെങ്കിലും ഫാമിലി തെറാപ്പി അതായത് ഫാമിലി ഇഷ്യൂ ആയിട്ടുള്ള കുറെ ഈ ഫാമിലി ഇഷ്യൂ ആയിട്ട് പണ്ട് കേസസിൽ പണ്ട് ഈ ഒരു 15 വർഷത്തെ ജേർണിയിൽ ഞാൻ കണ്ടുകൊണ്ടുള്ളതും ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായിരിക്കും ഈ കറാട്ടൈപ്പുറേക്ക് അല്ലെങ്കിൽ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ താറാമാറായിട്ട് പണ്ട് കേസസിലല്ല ആർക്കെങ്കിലും ഒരാൾക്ക് OCD കാണും. ഒന്നേ മാപ്പിളേക്കും അല്ലെങ്കിൽ പെണ്ണായിരിക്കും. അത് എന്തിനുണ്ട് ചെന്നിട്ടു ചില എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പറഞ്ഞ ആയിട്ട് നിങ്ങൾ ഇതിന് വേഗം ട്രീറ്റ് ആയിട്ട് തോന്നുന്നത് ഇത് എന്തിനായിട്ട് ചെന്നിട്ട് ഇത് ഇങ്ങനെ കാരണം എന്തിനാണ് നീ വേഗം ചെന്നിട്ടാക്കി വെള്ളമായിട്ട് ചെന്നിട്ടു ഒരു ചെറിയൊരു സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്ക് അവിടെ അൾട്ടിമേറ്റ് ചേഞ്ചസ് അവിടെ കാണുന്നുണ്ട്. ചെറിയൊരു ചേഞ്ചസ് ആവും. കാരണം എന്തേ ആ ഒരു വിഷയത്തിൽ ഞാൻ വേഗം ചെന്നിട്ടല്ല അതുക്കുള്ളതും പിന്നെ ഇത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയ അല്ലെങ്കിൽ എക്സ്പ്ലോഷർ തെറാപ്പിയ അങ്ങനത്തെ എന്തെങ്കിലും അതുക്കുള്ള ഒരു തെറാപ്പി കൊടുത്തിട്ട് നോക്കുമ്പോ ഇങ്ങനത്തെ നല്ല ചേഞ്ചസ് നല്ല ചെറിയ ചേഞ്ചസ് ഒന്നുമല്ല. ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് അതൊക്കെയുള്ള റെമഡി കൊടുത്തെങ്കിൽ എന്താ ഇതൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഇരിക്കെ അത് ഇക്കുമ്പത്തേക്ക് അതിന് ഒന്നും മൈൻഡാക്കാണ്ട് ഭയങ്കര ശരിയാവും ചെന്നിട്ടു ആ ഒരു ടൈപ്പിൽ കടത്തിട്ട് ആരാരും മക്കളെ എന്താക്കേണ്ട ബർബാദാക്കി പോകണ്ട. അത് ഒരു ആണായെങ്കിലും അങ്ങനെ എന്തൊരു ചമ്മ അഭിലാഷയും അത് രീതിയിലും വെച്ചിട്ടായിരിക്കും മഞ്ഞിലായിട്ട് ആമത്ത് ആയിട്ടില്ല ഇങ്ങനത്തെ ഒരു പെണ്ണും കൂടി ആയെങ്കില ഇനി അതല്ലെങ്കിൽ ഒരു പെണ്ണ് നല്ല കുറെ എക്സ്പെക്ടേഷൻ കുറെ കണസും അത് രീതിയിലും വെച്ചിട്ടായിരിക്കണമെങ്കിൽ അവര് കിട്ടിയ ആണ് നേരെ തിരിച്ചിട്ട് ഇങ്ങനത്തെ OCD അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളാറായെങ്കില ഇല്ല പറയണ്ട. അപ്പൊ റിക്വസ്റ്റ് ആക്കുന്നത് ഏത് ഇങ്ങനത്തെ മെന്റലി ആയിട്ടുള്ള OCD പോലത്തെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ಅದಕ್ಕೆ ಎಲ್ಲದಕ್ಕೆ ಪರಿಹಾರ ಉಂಟು. ಅದಕ್ಕೆ ಕಾಲಕ್ರಮೇಣ ಚೊಮ್ಮೆ ವರ್ಷ ಇತ್ತು അങ്ങനത്തെല്ലാം ഉണ്ടെങ്കിൽ സൈക്കാട്രിക് സപ്പോർട്ടും കൂടി ചിലപ്പെടുക്കേണ്ടി വരും. ഒരു സൈക്കോളജിസ്റ്റിന് യന്ത്രമയാവലെ കൗൺസിലിംഗ് അത് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യാവല്ല. ചിലപ്പോ അത് ചൊമ്മ കാലായിട്ടുണ്ടെങ്കിൽ ചില എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി എത്ര കാലമായിട്ടുണ്ടെങ്കിൽ പോലും അത് റിക്കവർ ആയിട്ട് വേണ്ടാറാണ്. കാരണം ഉള്ളിലത്തെ ഹാർമോൺസിന്റെ പമ്പിങ്ങില് ആ ഒരു ഇതിൽ ചേഞ്ചസ് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ എന്തായാലും അൾട്ടിമേറ്റ് ചേഞ്ചസ് വേണ്ട. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയം പാരന്റ്സ് ആയ എല്ലാം അർത്ഥാക്കണം നല്ല. അത് ഇപ്പൊ ഇത്തരത്തിൽ യാരെയാണ് നടന്നിട്ടുള്ളൂ. ഈവൻ നാളെ ಯಾರದ കേസസിലും അങ്ങനെ ഈ ശരീരത്തില് അത് ഇതിലെല്ലാം പഠിച്ചു പോയ മക്കളിലായാലും അങ്ങനെ ഇങ്ങനത്തെ കുറെ കേസസ് എല്ലാം നമുക്ക് കാണുന്നു. അവിടെ യാറുണ്ടാകുന്ന ക്ലീനിങ്ങിൽ അവിടെ പിന്നെ അവിടെ വാഷിംഗ് കമ്പൽഷൻ അങ്ങനത്തെ വസ്തുക്കളുണ്ട്. പിന്നെ ഈ നിസ്കാരത്തവിടെ നീയത്തിൽ വെച്ച് തീരെയില്ലെങ്കിൽ അങ്ങനത്തതല്ല എത്രയേ കോംപ്ലിക്കേറ്റ്സ് ഉണ്ട്.
അപ്പൊ ഇതിനെല്ലാം ഞങ്ങൾ അർത്ഥാക്കിട്ട് അതുപോലെ മെന്റലി ഡിസോർഡേഴ്സ് എന്തെങ്കിലും ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആ പേടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ആക്കി പിന്നെ എന്താക്കാം മങ്ങിലത്തെ വിഷയത്തില് അവിടെ ഇല്ല. അതല്ലാണ്ട് ഇതേ ഒരു ടൈപ്പിലായിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഫാമിലി എന്നതായിട്ട് പണ്ടേ അവിടെ ഇഷ്യൂ ആയിട്ട് പണ്ടേ. അപ്പൊ ഈ ഒരു വിഷയ എല്ലാ പാരന്റ്സ് അർത്ഥാക്കിയിട്ട് നൈസ് ടു മീറ്റ് യു.